HP Cut യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് CRT ടിവിയുടെ ടോപ്പിക്കുമായാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നൊരു LGൻ്റെ ബോർഡ് വിട്ടിരുന്നു നന്നാക്കാൻ, LG ടിവിൻ്റെ CRT ടിവിൻ്റെ. അപ്പോൾ അത് വന്നത് ഈ ഒരു മോഡലാണ്, MC0190 ആണ് ഈ മോഡൽ ചാസിസ് നമ്പർ. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് കസ്റ്റമർ പറഞ്ഞത് പവർ ഇൻഡിക്കേറ്റർ ഓണും ഓഫ് ആയി കളിക്കുകയാണ്, സ്റ്റേബിളായി നിൽക്കുന്നില്ല. ഞാൻ ഈ ഒരു ബോർഡായിരുന്നു ഇത്. അപ്പോൾ ഞാനത് ബോർഡ് അയച്ച് ഷോപ്പിലേക്ക് കൊണ്ടതാണ്, വീട്ടിൽ നിന്ന് അയച്ചിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ കുറേ കംപ്ലൈൻറ്റ് കണ്ടതുകൊണ്ട് ഞാൻ ഊരി ഷോപ്പിലേക്ക് എടുത്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന LOT ഇത് മാറ്റിയിട്ട LOT ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് വന്നത് പവർ ഓണും ഓഫ് ആയി കളിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു പവർ സെഷനിൽ ഈ ഒരു STR ഈ ഒരു ഭാഗത്ത് പല്ലി ഉണ്ടായിരുന്നു. പല്ലി കംപ്ലീറ്റ് വന്നിട്ട് കിടന്ന് എല്ലാം കൂടി ഡെഡായി കിടന്ന് എല്ലാം കൂടി അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു STRൻ്റെ ഈ ഒരു സൈഡിൽ. അപ്പോൾ ഇത് കുറേ എടുക്കാണ്ട് വെച്ച TV ആണ്. പിന്നെ ഓണാക്കിയാലോ ഓവർ ലീക്കും വന്നു, അതുപോലെ തന്നെ പവറിൻ്റെ കംപ്ലൈൻറ്റ് വന്നു. പിന്നെ ഈ LOTൻ്റെ കാര്യം ഇന്ന് പറയണ്ട, ഇത് മാറ്റിയതാണ്. LOT ഞാൻ കാണിച്ചു തരാം. LOT ആണിത് കാണുന്നത്. LOT ഈ ഒരു കോലത്തിലാണുള്ളത്. അപ്പോൾ ഈ ഒരു ചാസിന് ഈ ഒരു ബോർഡിന് നമുക്ക് ഇതിൻ്റെ LOTൻ്റെ എയ്ത്തൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. അതിൻ്റെ എയ്ത്ത് ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ എയ്ത്തൊക്കെ ഉണ്ടാവുക, അതൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ചാസിസ് നമ്പർ നോക്കിയാണ് ഇതിൻ്റെ LOTൻ്റെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഞാനിവിടെ യൂസ് ചെയ്ത LOT 6002K ആണ് LOTൻ്റെ ഇത് വരുന്നത്. 6002 നമുക്ക് യൂസ് ചെയ്യാം. 6002K നമുക്ക് ഇതിൽ ഈ ചാസിസിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് മാറ്റിയിട്ട്, അതുപോലെ തന്നെ ഇവിടെ കുറേ കപ്പാസിറ്റർ ബൾജായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മാറ്റിയിട്ട്, അതുപോലെ തന്നെ ഈ LOTൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഹൈ വോൾട്ടേജ് കപ്പാസിറ്റർ അല്ലേ, അപ്പോൾ അത് മാറ്റിയിടണം. ഇത് ബോക്സ് കപ്പാസിറ്ററാണ് ഇട്ടത്, നല്ല കപ്പാസിറ്റർ നോക്കി വാങ്ങിയിടുക. അതുപോലെ തന്നെ ഈ ഒരു കപ്പാസിറ്റർ മാറ്റണം. ഇതിൻ്റെ അടുത്തുള്ള ഈ ഒരു കപ്പാസിറ്റർ മാറ്റിയാൽ നല്ലതാണ്. 304J 400 വോൾട്ടാണ് ഈ ഒരു കപ്പാസിറ്റർ, ഈ ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ. വേറൊന്ന് കപ്പാസിറ്റർ മാറ്റിയിട്ടിരിക്കുന്നു, അത് 450 വോൾട്ട് 4.7 UF ആണ്. അത് വോൾട്ടേജ് 250 ആണെങ്കിലും പ്രശ്നമല്ല അത്. അപ്പോൾ അത് മാറ്റിയിട്ട്, അപ്പോൾ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ 47 UF 160 വോൾട്ട് ഒരു കപ്പാസിറ്റർ കൂടി അതുകൂടി മാറ്റിയിരുന്നു, അതൊന്ന് പോയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം കണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു പല്ലീൻ്റെ ഈ ഒരു കാരണം കൊണ്ട് ഈ ഒരു PTC എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് സ്പാർക്ക് അടിച്ച് വോൾട്ടേജ് ഇല്ലാത്ത കയറാത്തൊരവസ്ഥയായിരുന്നു ആദ്യം. അതൊക്കെ ക്ലിയർ ചെയ്തു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയിടാം PTC, അതുപോലെ അല്ലെങ്കിൽ റിപ്പയർ ചെയ്തിടാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ എച്ച് ഔട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓണാക്കി നോക്കിയാലോ എച്ച് ഔട്ട് എടുത്തു, വേറെ കംപ്ലൈൻറ്റിൽ കാണുന്നില്ല. വോൾട്ടേജൊക്കെ നോക്കി ചെക്ക് ചെയ്തു. അപ്പോൾ ശരിക്കും ഈ പവർ സെക്ഷനിൽ STR പോകേണ്ടതായിരുന്നു. കാരണം ഈ ഒരു അവസ്ഥയായിരുന്നു STR. കാരണം പല്ലി അതിൻ്റെ മുകളിൽ ഷോർട്ടായി കിടന്നായിരുന്നു, പക്ഷേ ഭാഗ്യത്തിനകത്ത് റീസ്റ്റാർട്ട് ചെയ്ത് കിട്ടി. അപ്പോൾ ഈ ഒരു മോഡൽ ചാസിന് ഈ ഒരു മോഡൽ നമുക്ക് 6004K യൂസ് ചെയ്യാം. അല്ല 6002K നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ LOT CHT എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജൊക്കെ ചെക്ക് ചെയ്യുക, ഇത് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഈ ഒരു മോഡലാണ് ഇത് വരിക. ഈ ചാസിന് ഇവിടെയാണ് ഇതിൻ്റെ 180 വോൾട്ട് 185 വോൾട്ട് ഇതാ ഇവിടെയാണ് ഔട്ട്പുട്ട് വരിക. അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ ചാസിസ് നമ്പർ നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ LOT മാറ്റിയിടുക. പല മോഡലിനും പലതരം LOT ആയിരിക്കും, ഈ ലെഗിനൊക്കെ വ്യത്യാസം വരും. ഇതൊരു LGൻ്റെ CRT ടിവിൻ്റെ ബോർഡാണ്. ഓക്കെ, ഇപ്പോൾ LOT മാറ്റിയിടുമ്പോൾ
ഈ ഒരു ഭാഗത്തുള്ള ഈ ഡിസ്ക് കപ്പാസിറ്റർ ഉണ്ട് 2kV. ഈ ഒരു ഡിസ്ക് കപ്പാസിറ്റർ ഉണ്ട്. ആ ഡിസ്ക് കപ്പാസിറ്റർ മാറ്റി ഇടേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു LOT പോയി കഴിഞ്ഞാൽ ചില കണ്ടീഷനിൽ ഇതിൻ്റെ ട്രാൻസിസ്റ്റർ അടിച്ചു പോകും, HOT ട്രാൻസിസ്റ്റർ അടിച്ചു പോകും. അപ്പോൾ അത് പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് ഷോർട്ടാണെങ്കിൽ അത് മാറ്റിയിടുക. ചില കണ്ടീഷനിൽ ഈ LOT അടിച്ചു പോയാൽ ഈ പ്രോസറൈസ് പോകാറുണ്ട്. ഇത് ഓവർ ലീക്ക് വന്ന് അടിച്ചു പോയാൽ ചില കണ്ടീഷനിൽ ഈ ഒരു പ്രോബ്ലം വരാറുണ്ട്. ഈ പ്രോസറൈസ് ഞങ്ങൾ അടിച്ചു പോകും. അപ്പോൾ നമുക്ക് പവർ ഒന്ന് ഓൺ ആക്കിയിട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെഡ് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. അപ്പോൾ അത് ക്യാമറേൻ്റെ ഫ്ലാഷിൽ കാണാറ്റാണ്. അത് ചെറുങ്ങനെ കത്തുന്നുണ്ട് റെഡ് ഇൻഡിക്കേറ്റർ. അത് അതിലേക്ക് പവർ എത്തിയിട്ടുണ്ട്. നമുക്ക് മൾട്ടിമീറ്റർ 600 വോൾട്ട് DC ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിലേക്കുള്ള D പോസിറ്റീവ് സപ്ലൈ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 110 വോൾട്ട് വരുന്നുണ്ട്. 111 വോൾട്ട് കാണിക്കുന്നുണ്ട്. 112 111 ഈ ഒരു ഇതിൽ ഒക്കെയാണ്. 112 വോൾട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള നമുക്ക് ബേസിലേക്ക് പോകുന്ന ബേസ് ബോർഡിലേക്ക് പോകുന്ന 180 വോൾട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബേസിലേക്ക് പോകുന്ന 180 വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്തു. അത് നമുക്ക് 158 കാണിക്കുന്നുണ്ട്. 158 കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സീരീസ് ബോർഡ് കണക്ട് ചെയ്താണ് ബോർഡ്. അപ്പോൾ ഇത് പിക്ചർ ട്യൂബായിട്ട് നമ്മൾ കണക്ട് ചെയ്തില്ല. ഇത് നോർമലിൽ തന്നെ നമുക്ക് സീരീസ് ബോർഡിലാണ് ചെക്ക് ചെയ്യുന്നത് ഇത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.